മയിലിന് സന്തോഷം വന്നു. മയിൽപീലി കണ്ടിട്ടുണ്ടോ? ഇതൊരു ഭംഗിയാണല്ലേ. അപ്പോൾ വാലിൽ നിറയെ നിറയെ പീലികളുള്ള മയില് നൃത്തമാടുന്നത് കാണാൻ നല്ല രസമായിരിക്കില്ലേ? എന്നാലേ കാട്ടിലെ പീക്കു എന്ന മയിൽക്കുട്ടന്റെ കഥ കേട്ടാലോ? പീക്കുവിന് പീലി വിരിച്ചാടാൻ വലിയ ഇഷ്ടാണ്. പക്ഷെ അവന്റെ നൃത്തം കാണാൻ കാട്ടിൽ ആർക്കും നേരമില്ല. എല്ലാവർക്കും തിരക്കാണേ. ഒരിക്കൽ പീക്കു ഒരു പുഴക്കരയിലേക്ക് വെള്ളം കുടിക്കാൻ പോയതായിരുന്നു. അപ്പോൾ അവിടെ വേറെയും ചില മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ചിലര് പുഴക്കരയിൽ അല്പസമയം വിശ്രമിക്കുന്നു ഉണ്ടായിരുന്നു. അപ്പൊ പീക്കുവിന് തോന്നി, ഇപ്പൊ എല്ലാരും ഇവിടെ ഉണ്ടല്ലോ, ഞാൻ അന്ന് പഠിച്ച നല്ല നൃത്തം ഇപ്പം കാണിച്ചു കൊടുത്താലോ? പീക്കു ചോദിച്ചു. ഹേയ് കൂട്ടുകാരെ, കുറച്ചു സമയം തരുമോ? ഞാനൊരു സൂത്രം കാണിക്കട്ടെ. മൃഗങ്ങളൊന്നും പീക്കുവിനെ ശ്രദ്ധിച്ചില്ലെന്നേ. അപ്പോ ഒരു കുരങ്ങൻ പറഞ്ഞു, ഒന്ന് പോവോ? മനുഷ്യൻ ഇവിടെ ജോലിയും ചെയ്ത് ഭക്ഷണവും തേടി ക്ഷീണിച്ചിരിക്കുക. പീക്കു ശല്യം ചെയ്യല്ലേ, ഒരു നൃത്തക്കാരൻ വന്നേക്കുന്നു. ഇത് കേട്ടപ്പോ പീക്കുവിന് സങ്കടായി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കുഞ്ഞനുറുമ്പ് പുഴക്കരയിലെ മരത്തിന്റെ വേരിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. തല താഴ്ത്തി കരയാൻ തുടങ്ങുന്ന പീക്കു അപ്പോ ഒരു ശബ്ദം കേട്ടു. പീക്കു, പീക്കു, ആരാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലാകാതെ പീക്കു ചുറ്റിലും നോക്കി. ഇങ്ങോട്ട് നോക്ക്, താഴേക്ക് നോക്കിയേ, ദേ താഴെ. ആ കുഞ്ഞനുറുമ്പോ, ഹലോ. പീക്കു തീരെ ഉഷാറില്ലാതെ മിണ്ടി. പീക്കു, നിനക്ക് എല്ലാരും സന്തോഷിപ്പിക്കാൻ എന്ത് ഇഷ്ടാണല്ലേ? എന്തൊരു നല്ല സ്വഭാവ നിന്റത്. പീക്കുവിന്റെ കണ്ണുകൾ വിടർന്നു. അപ്പോൾ കുഞ്ഞനുറുമ്പ് തുടർന്നു. എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ. ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് മുമ്പേ ആദ്യം നമ്മൾ നമ്മുടെ സന്തോഷമല്ലേ നോക്കേണ്ടത്, അല്ലേ? കുഞ്ഞനുറുമ്പ് പറഞ്ഞു നിർത്തി. നിനക്ക് എന്ത് ചെയ്യാനാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഒന്ന് ഓർത്തു നോക്കിയേ. പീക്കു ആലോചിച്ചു. എന്നിട്ട് പറയാണ്, അത് പിന്നെ നൃത്തം. പീക്കു പീലി നിറഞ്ഞ വാലൊന്ന് ഇളക്കി. എന്നിട്ട് മെല്ലെ പീലി വിരിക്കാൻ തുടങ്ങി. ഹായ്, എന്തൊരു ഭംഗിയായിരുന്നെന്നറിയാമോ? അതൊരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. ആ നൃത്തം ചെയ്യുമ്പോ പീക്കുവിന് സ്വയം നിറവ് തോന്നി. നൃത്തത്തിന് ശേഷം പീക്കു കണ്ട കാഴ്ചയോ, നേരത്തെ തിരക്കാണെന്ന് പറഞ്ഞ് ഓടിച്ചുവിട്ട കുരങ്ങനും മുയലും മാനും ഒക്കെ പീക്കുവിന്റെ നൃത്തം കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു. പീക്കു, എന്ത് രസമായിരുന്നു അത്! ഇത്രയും ഭംഗിയുള്ള നൃത്തം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അടിപൊളിയായിട്ടുണ്ട് പീക്കു, ഇനിയും നീ നൃത്തം ചെയ്യണം. അല്പം കുറ്റബോധത്തോടെ കുരങ്ങൻ പറഞ്ഞു. മുയലിന്റെ പിറന്നാളാണ് 2 ദിവസം കഴിഞ്ഞാൽ. ആ ദിവസം കൂടെ വരാമോന്ന് മുയല് ചോദിച്ചു. പിറന്നാൾ പരിപാടി ഉഷാറാക്കാൻ ഒരു നൃത്തം ചെയ്യാമോന്ന്. മുയൽ അത് ചോദിക്കുക കൂടി ചെയ്തപ്പോ പീക്കുവിന് സന്തോഷായി. ഇതെല്ലാം കണ്ടുനിന്ന കുഞ്ഞിനുറുമ്പിനെ നോക്കി പീക്കു ചിരിച്ചു. നമ്മുടെ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മളാണ്. കാഴ്ചക്കാരില്ലെങ്കിലും വെളിച്ചം പ്രകാശിക്കാൻ ഒരു വഴി കണ്ടെത്തുമല്ലോ. അതുപോലെ. കഥ ഇഷ്ടായോ?